നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് നീതിരഹിതനായ ഒരു ന്യായാധിപനും വിധവയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിങ്ങനെയാണ്: ഒരു പട്ടണത്തിൽ മനുഷ്യരെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ഒരു നീതിരഹിതനായ ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവ ഇടയ്ക്കിടയ്ക്ക് ആ നീതിരഹിതനായ ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ അപേക്ഷിക്കുമായിരുന്നു: എൻ്റെ എതിരാളികൾക്ക് എതിരായി എനിക്ക് നീതി നടത്തിത്തരണമേ. എന്നാൽ അയാളതൊന്നും ഗൗനിക്കാറില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ അയാൾ ഇപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങി: ഞാൻ മനുഷ്യരെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവയ്ക്ക് ഞാൻ ഇത് സാധിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവളെന്നെ കൂടെ കൂടെ വന്ന് ശല്യപ്പെടുത്തും. അതിനാൽ ഞാൻ അവൾക്ക് വേഗം നീതി നടത്തി കൊടുക്കും. യേശു പറഞ്ഞു: ആ നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് നീതി നടത്തി കൊടുക്കുവാൻ ദൈവം കാലതാമസം വരുത്തുമോ? ഒരിക്കലുമില്ല. അത് ഉടനെ തന്നെ നടത്തി കൊടുക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് തിരുവചനം.